എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. മനസ്സ് പറഞ്ഞ ഒറ്റ തെറ്റിയിട്ടാ എന്റെ അടുത്ത് നമുക്ക് ഓട്ടർഷം പിടിച്ചിട്ട് തന്നെ വന്നേ. അല്ലെങ്കിൽ ആഴ്ചക്ക് ഒരിക്കേ വരലില്ല, ഈ ആഴ്ച രണ്ടൂട്ടം വന്നോള്. ഓള് പഠിച്ചോട്ടുമ്പോ ഉമ്മാടി ഒളിപ്പിച്ചിട്ടുണ്ടായ ചക്കലെടുത്തിട്ട് അരച്ച് കണ്ടന്റ് പരിധി നടക്കുന്നത് ഞാൻ വരെ കണ്ടിട്ട് അതൊന്നും കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതങ്ങ് വീഡിയോ ആക്കാൻ വെച്ചിട്ട് രണ്ട് ഉമ്മാന്റെ ബാക്കിൽ തന്നെ ക്യാമറ എടുത്തിട്ട് നീലക്കോയിലിനെ പോലെ ഞാൻ നടന്നു. വീട്ടിൽ ഞാൻ അങ്ങനെ ഇൻഡോർ ഷൂട്ടുള്ള സ്ലോ മോഷനിൽ എടുത്തിട്ട് ഔട്ട്ഡോർ വന്നിട്ട് ഞങ്ങ അപ്പം ചുടല് ജാതിന്റെ കുറുക്കോട്ടിന്റെ ഇലല്ലാന്നിട്ടാ. ജാതിന്റെ ഇല പൾപ്പം കിട്ടീന്, പക്ഷെ കുറുക്കോട്ടിന്റെ ഇല റോട്ടുമ്പോ പോയിട്ട് നമുക്ക് കിട്ടി. കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷമം, എന്നാലും ഞാൻ ഒപ്പിച്ചു കാരക്കുന്ന് കയറി പറഞ്ഞിട്ടാണെങ്കിലും. അങ്ങനെ എല്ലാ ജാതിയിലും പെട്ട ഇലയും കഴുകി വൃത്തിയാക്കിയിട്ട് പണി തുടങ്ങി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പത്തിലിടാൻ വേണ്ടിയിട്ട് തേങ്ങ കൊത്തല റോസ്റ്റ് ചെയ്യലാണ്. അപ്പം കുറച്ച് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കപ്പാട്ടിൽ വെച്ച ബദാം പിസ്തറോ റോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇടാന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു. ഉമ്മ കേട്ട പോലെ മൈൻഡാക്കിട്ടാ. എനിക്ക് തോന്നുന്നു ഞാൻ തോന്നിട്ട് തീർക്കൊന്ന് പേടിച്ചിട്ടുണ്ടോ. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താൽ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ എല്ലാ ജാതി ഇലയിലും കുറച്ച് കുറച്ച് വെച്ചിട്ട് അപ്പം ചെമ്പിലാക്കി ബേയിക്കാനും വെച്ച്. ഈ രണ്ട് തരം ഇലയിൽ നിന്ന് എനിക്ക് ഇഷ്ടം ജാതിന്റെ ഇലയിലാക്കി തിന്നാനാന്നിട്ടാ. അതൊരു കളർ മാറ്റം ഉണ്ടാവും. ഇരട്ടകളാ അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും, പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു. ഈ കാണുന്നത് വന്നിട്ട് സ്നേഹം എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഏട്ടത്തിനോടുള്ള സ്നേഹം. ഉമ്മാന്റെ തിരക്കാണുമ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ താഴെ നിൽക്കുന്ന എൻ്റെ കുഞ്ഞിനെ വരെ അതിൽ പേക്കാക്കിയിട്ട് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ നല്ല മഴയത്ത് ഞാനും ചായയും കുടിച്ച് രണ്ട് ചക്ക മൂടിയും തോന്നുന്നു.